നിർബന്ധിത മതം മാറ്റ ശ്രമം നടക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലല്ല, കോതമംഗലത്തെന്ന് സിറോ മലബാർ സഭ. പ്രലോഭിപ്പിച്ചോ നിർബന്ധമോ ഭീഷണിയോ മൂലമോ മതം മാറ്റാൻ ശ്രമിക്കുന്നതാണ് നിർബന്ധിത മതപരിവർത്തനം. ഛത്തീസ്ഗഡിൽ കുഷ്ഠരോഗികൾക്കിടയിൽ സേവനം ചെയ്തു പോന്ന ക്രൈസ്തവ സന്യാസിനിമാർക്കെതിരെ ഉന്നയിച്ച പ്രധാന ആരോപണം ഇതായിരുന്നു. എന്നാൽ ശരിക്കുമുള്ള നിർബന്ധിത മതപരിവർത്തന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോതമംഗലത്താണ് നിർബന്ധിത മതം മാറ്റത്തിന്റെ ഇരയായി ക്രൈസ്തവ യുവതി ആത്മഹത്യ ചെയ്തതെന്നും സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. മതേതരത്തിന് ഭീഷണിയാകുന്ന എല്ലാ പ്രവണതകളെയും ഒരുപോലെ എതിർക്കാനുള്ള ആർജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണമെന്ന് സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ കുറിപ്പിൽ ആവശ്യപ്പെടുന്നു. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനി സോനയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സഭയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് റമീസ് വാക്കുമാറ്റി, മതം മാറാൻ റമീസും കുടുംബവും നിർബന്ധിച്ചു തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. റമീസിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. റമീസിന്റെ ബന്ധുക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. ശനിയാഴ്ചയാണ് പെൺകുട്ടി ജീവനൊടുക്കിയത്. പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് പെൺകുട്ടിയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിച്ചു. മതം മാറ്റത്തിന് സംബന്ധിച്ച തന്നോട് ക്രൂരത തുടർന്നെന്നും വിശദമാക്കുന്ന പെൺകുട്ടിയുടെ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും റമീസ് അറസ്റ്റിലായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ദേഹോപദ്രവം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. യുവതിയെ മർദ്ദിക്കാൻ കൂട്ടുനിന്നതിന് റമീസിന്റെ മാതാപിതാക്കളെ അടക്കം കേസിൽ പ്രതി ചേർത്തേക്കാം. ആലുവയിലെ സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് യുവതിയും റമീസും ഇഷ്ടത്തിലാകുന്നത്. ഏതാനും വർഷം മുമ്പാണ് റമീസിന്റെ കുടുംബം ആലങ്ങാട് പാനായിക്കുളം ഭാഗത്ത് താമസം തുടങ്ങിയത്. ഇറച്ചിവെട്ടാണ് പിതാവ് റഹീമിന്റെ ജോലി. പലയിടങ്ങളിലായി ഇറച്ചി സ്റ്റാളുകളുണ്ട്. ഇടയ്ക്ക് റമീസും ഇറച്ചി വെട്ടാൻ പോകാറുണ്ടായിരുന്നു. കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. യുവതിയും റമീസും തമ്മിൽ ഇഷ്ടത്തിലായതിനെ തുടർന്ന് കുടുംബങ്ങൾ ഇടപെട്ട് വിവാഹാലോചന നടത്തിയിരുന്നു. എന്നാൽ വിവാഹം നടക്കണമെങ്കിൽ മതം മാറണമെന്ന് റമീസിന്റെ കുടുംബം ആവശ്യപ്പെട്ടെന്നാണ് യുവതിയുടെ മാതാവും സഹോദരനും പറയുന്നത്. മതം മാറാൻ സമ്മതമാണെന്ന് യുവതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ചേരാനെല്ലൂരിലെ ലോഡ്ജിൽ വെച്ച് അനാശാസ്യ പ്രവൃത്തിക്ക് റമീസ് പോലീസിന്റെ പിടിയിലായത്. തുടർന്ന് മതം മാറാൻ സാധിക്കില്ലെന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും യുവതി നിലപാടെടുത്തിരുന്നു. ഇക്കാര്യം യുവതി ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. റമീസിന് മറ്റ് സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. റമീസിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ യുവതി ഉന്നയിച്ചിരിക്കുന്നത്. മതം മാറാൻ സമ്മതിച്ചതിനു ശേഷവും റമീസും സുഹൃത്തുക്കളും വീട്ടുകാരും തന്നോടുള്ള ക്രൂരത തുടർന്നു എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇരുവരും തമ്മിലുള്ള തർക്കങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളും മറ്റും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മർദ്ദനത്തിന്റെയും മതമാറ്റത്തിന്റെയും കാര്യം ഈ ചാറ്റുകളിലുണ്ട്. രജിസ്റ്റർ വിവാഹം കഴിക്കാനെന്ന് പറഞ്ഞാണ് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് റമീസ് യുവതിയെ വിളിച്ചു കൊണ്ടുപോയതെന്ന് അമ്മ പറയുന്നു. എന്തായാലും ഈ ഒരു മതമാറ്റ ശ്രമത്തിൽ കേന്ദ്രം ഇടപെടണം എന്ന് തന്നെയാണ് ഇപ്പോൾ സിറോ മലബാർ സഭ പറഞ്ഞിരിക്കുന്നത്.